അയർലൻഡ് UK സ്റ്റുഡന്റ് വിസക്കാർ ആശങ്കയിൽ. പാർട്ട് ടൈം ജോലി പോലും ലഭിക്കാതെ ആയിരങ്ങൾ. വർക്ക് പെർമിറ്റോടെ ജോലി എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ? കണ്ട വ്ളോഗർമാർ പറയുന്നത് കേട്ട് കിടപ്പാടം പണയപ്പെടുത്തിയും സ്വർണം വിറ്റും ജീവിത സമ്പാദ്യം മുഴുവൻ എടുത്തും മക്കളെ ഇവർ പറയുന്നിടത്ത് പഠിക്കാൻ വിടുന്ന മലയാളികൾക്ക് 8ന്റെ പണി കിട്ടുമെന്നുറപ്പാണ്. മലയാളി വിദ്യാർത്ഥികൾക്കും വീട്ടുകാർക്കും ഇപ്പോൾ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, അതിന് ആരെ സമീപിക്കണം, പഠിച്ചു കഴിഞ്ഞാലുള്ള കരിയർ സാധ്യതകൾ ഇവയെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നത് സിനിമയില്ലാതായപ്പോൾ വിദേശത്ത് ജോലിയുള്ള ആളെ കല്യാണം കഴിച്ച ജീവിതം സേഫാക്കിയ നടിയും കേരളത്തിന് പുറത്തുള്ള സ്വാശ്രയ കോളേജിൽ 5-6 കൊല്ലം മുന്തിയിട്ടും എഞ്ചിനീയറിംഗ് പാസ്സാകാത്ത ആളുകളുമൊക്കെയാണ് പുതിയ വ്ളോഗർമാരായി അവതരിക്കുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉപദേശിക്കാനുള്ള അവരുടെ കഴിവ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വ്ളോഗ് ഉണ്ട് എന്നത് മാത്രമാണ്. കേരളത്തിൽ എഡ്യൂക്കേഷൻ ലോൺ ഏകദേശം 9,600 കോടിയുണ്ട്. അതിൽ നല്ലൊരു ശതമാനം കിട്ടാക്കടമായി മാറിക്കഴിഞ്ഞു. ഇനി ധാരാളം പേരെ കടക്കാരാക്കി ഇവർ അടങ്ങും. പിള്ളേർ തീരുമാനിക്കും, മാതാപിതാക്കൾ അനുസരിക്കും. ഈ രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വിദേശത്ത് പഠിക്കാൻ പോയ സ്പീഡിൽ മടങ്ങി വരുന്ന ചെറുതല്ലാത്തൊരു വിഭാഗത്തെ പറ്റി ഒരു വ്ളോഗനും ഒന്നും മിണ്ടുന്നുമില്ല. കരിയർ ഗൈഡൻസിന്റെ കാര്യമെടുത്താൽ വ്ളോഗർമാർ മാത്രമല്ല പ്രശ്നക്കാർ. സ്കൂളുകളിൽ ചില ഗൈഡൻസ് കൗൺസിലർമാരുണ്ട്. അവർ തീരുമാനിക്കും ചില പിള്ളേരുടെ ഭാവി കാര്യങ്ങൾ. അവരാണെങ്കിൽ നല്ല വല്ല ജോലിയും കിട്ടിയിരുന്നെങ്കിൽ ഗൈഡൻസ് കൗൺസിലർമാർ ആവില്ലായിരുന്നു. പക്ഷേ ഉപരിപഠനം എന്നത് കുടിയേറ്റത്തിനുള്ള ഒരു കുറുക്കു വഴിയായിട്ട് മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മറിമായം സീരിയലിൽ പറയുന്നത് പോലെ നീ അവിടെ ചെന്നാൽ മദാമ്മമാരുടെ പുറകെ ഒന്നും പോയേക്കരുതേ എന്ന ഉപദേശം കൊടുത്ത് കയറ്റിവിടുന്ന മക്കൾ രക്ഷപ്പെടുമല്ലോ എന്ന് കരുതുന്നവരാണ് ഏറെയും രക്ഷിതാക്കൾ. പക്ഷെ യാഥാർത്ഥ്യം മറ്റതാണ്. ഏജൻസികൾ കുട്ടികളോട് അവിടുത്തെ ശമ്പളത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞു വിടൂ. ആഴ്ചയിൽ 20 മണിക്കൂർ വെച്ച് മാസം 80 മണിക്കൂർ ജോലി ചെയ്യാം. ടാക്സ് കഴിഞ്ഞ് കിട്ടുന്ന മിനിമം ശമ്പളം 1 ലക്ഷത്തോളം. ഇതിൽ 60,000 വാടകയും ഭക്ഷണ ചെലവും ബസ് കൂലിയും കഴിഞ്ഞാൽ ഒന്നും മിച്ചമുണ്ടാകില്ല. അത് പാർട്ട് ടൈം ജോലിയുള്ളവരുടെ കാര്യം. ഇപ്പോൾ അതുപോലും ഇല്ലാത്തവരാണ് അധികം പേരും. ദിവസേന ജോലി അന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഡിഗ്രി കഴിഞ്ഞ് 1 വർഷത്തെ PG കോഴ്സ് ചെയ്താൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് എന്ന കെണിയിൽ പലരും പെട്ടുപോകുന്നു. സ്റ്റേ ബാക്ക് സമയത്ത് പോലും നാട്ടിൽ നിന്നും രക്ഷിതാക്കൾ പൈസ അയച്ചു കൊടുക്കേണ്ട അവസ്ഥയുമുണ്ട്. അയർലൻഡിൽ പഠനം പൂർത്തിയാക്കിയ ഒരാൾ പറഞ്ഞത് 300 ജോലികൾക്ക് CV അയച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമാണ് മറുപടി വന്നതെന്നാണ്. അത് തന്നെ അയർലൻഡ് സിറ്റിസൺ ആണെങ്കിൽ പരിഗണിക്കാം എന്ന് മാത്രം. വർക്ക് പെർമിറ്റോടുകൂടി ഒരു ജോലി എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. നാട്ടിൽ +2 കഴിഞ്ഞ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി എടുക്കാൻ പോകുന്നവർക്കും വലിയ കടമ്പകൾ കടക്കേണ്ടി വരും. 2021 ശേഷം പഠനത്തിനെത്തിയ 50% പേരും തിരിച്ചു പോകേണ്ടി വരുമെന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. അടുത്ത കാലങ്ങളിൽ പഠനത്തിന് വന്നവരിൽ 10% പേർക്ക് മാത്രമേ സ്ഥിരമായൊരു ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതും അതാത് രാജ്യങ്ങളിലുള്ള പൗരന്മാരുടെ അഭാവത്തിൽ മാത്രം. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അത്തരം സ്ഥാപനങ്ങൾ പലതും ഇപ്പോൾ യൂറോപ്പിലേക്ക് ടൂർ പരിപാടി അവതരിപ്പിക്കുന്ന തിരക്കിലാണ്. 6,000 പേരേക്ക് ഒരുമിച്ച് കയറ്റിവിട്ടാൽ പോലും വരുമാനം കുറഞ്ഞപ്പോൾ ഇപ്പോൾ ആ വഴിയിലൂടെയാണ് ചിന്തിക്കുന്നത് എന്നത് ഒരു മാറ്റത്തിന്റെ സൂചനയാണ്.